ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 4-ാം ദിവസം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യം. പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയാനായും ഉതകട്ടെ. 4-ാം ദിവസം ദൈവം ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ സൃഷ്ടിച്ചു. മറ്റു തരത്തിൽ ശൂന്യമായിരുന്ന സ്ഥാപനം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കൊണ്ട് സൃഷ്ടാവായ ദൈവം മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ നക്ഷത്രങ്ങളെ ദൈവമുണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവം തൻ്റെ അനന്തമായ ജ്ഞാനത്താൽ ആകാശത്ത് തിളങ്ങാൻ ചെറുതും വലുതുമായ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു. പ്രകാശത്തിൻ്റെ സൗമ്യമായ തിളക്കം നൽകാൻ ചന്ദ്രനെയും എല്ലാ ജീവജാലങ്ങൾക്കും വെളിച്ചവും ചൂടും നൽകാൻ സൂര്യനെയും സൃഷ്ടിച്ചു. ദാവീദ് രാജാവ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സങ്കീർത്തനങ്ങൾ 136-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പകൽ വാഴുവാൻ സൂര്യനെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന്. ഭൂമിയിലെ ഓരോ വിശ്വാസിയും വെളിച്ചം പോലെ ആകണം. അപ്പോസ്തലനായ പൗലോസ്, നിങ്ങൾ വക്രവും വികൃതവുമായ ഒരു തലമുറയുടെ നടുവിൽ തെറ്റില്ലാത്ത ദൈവമക്കളാകാൻ ആഗ്രഹിക്കുന്നു. ഇവരുടെ ഇടയിൽ നിങ്ങൾ ലോകത്തിൽ വെളിച്ചമായി പ്രകാശിക്കുന്നു എന്ന് ഫിലിപ്പിയർ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു. ഈ ഇരുണ്ട ലോകത്തിന് നീ വെളിച്ചമാകുമോ? ജീവന്റെ വചനമായ നിങ്ങളുടെ വെളിച്ചത്താൽ നിങ്ങൾ ജാതിയേറെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുമോ? നിങ്ങൾ സൂര്യനെ നോക്കുമ്പോൾ അതിൽ ഒരു തൃത്വത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ആകാശത്ത് ഉയർന്ന ഒരു അഗ്നിപന്ത് പോലെ കാണപ്പെടുന്നു. 2 സൂര്യനിൽ നിന്നുള്ള കിരണങ്ങൾ. 3 അതിൻ്റെ കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ചൂട്. സ്വർഗത്തിൽ ഉയർന്ന സൂര്യൻ പിതാവായ ദൈവത്തിങ്കിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സൂര്യകിരണങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ കിരണങ്ങളുടെ ചൂട് പരിശുദ്ധാത്മാവിലേക്ക് വിരൽ ചൂണ്ടുന്നു. നമ്മിൽ ഓരോരുത്തരിലേക്കുമുള്ള ത്രിത്വത്തെ, അതായത് ദേഹം, ദേഹി, ആത്മാവ് എന്നിവയെ യാതൊരു കറയും കളങ്കവും കൂടാതെ വിശുദ്ധിയിലും സംരക്ഷിക്കാൻ ത്രിയേക ദൈവത്തിന് കഴിയും. സെക്കൻഡിൽ 1,84,000 മൈൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നതിനാൽ സൂര്യപ്രകാശത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ അത് ശക്തമാണെന്ന് കണ്ടെത്തി. വെളിച്ചമാണ് സത്യം എന്ന് തത്വചിന്തകർ സമ്മതിക്കുന്നു. വിശുദ്ധി വെളിച്ചമാണെന്ന് ദൈവഭക്തരായ മനുഷ്യർ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ക്രിസ്തുയേശു വിശുദ്ധ വെളിച്ചം എന്ന് നാം പ്രഖ്യാപിക്കുന്നു. സങ്കീർത്തനങ്ങൾ 84-ാം അധ്യായം 11-ാം വാക്യത്തിൽ യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവന് അന്ധകാരത്തിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായിരിക്കും എന്ന് യോഹന്നാൻ 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. യേശുവിൻ്റെ ജനന സമയത്ത് ജ്ഞാനികളെ അവൻ്റെ അടുക്കലേക്ക് നയിച്ചത് ശോഭയുള്ള നക്ഷത്രമായിരുന്നു. ദൈവമക്കളെ, കർത്താവായ യേശു നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നീതിയുടെ സൂര്യനായി പ്രകാശിപ്പിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി സുവിശേഷം 13-ാം അധ്യായം 43-ാം വാക്യം. അന്നു നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 രാജാക്കന്മാർ 24-25 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 5-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.